10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നമസ്കാരം. ഇതൊരു പ്രീ റെക്കോർഡഡ് വീഡിയോ ആണ്. ഈ വീഡിയോ കഴിഞ്ഞാൽ ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഉണ്ടാവും. പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം. നേരെ കാര്യത്തിലേക്ക്. ഒന്നുകിൽ താങ്കൾ കണക്കിൽ കുറച്ച് വീക്കായ അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെടുത്താൻ ആഗ്രഹമുള്ള 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE സിലബസ് വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻസ്. അതെ, നമ്മുടെ കുട്ടികൾക്ക് തോൽവിയോ കുറഞ്ഞ മാർക്കോ മാത്സ് എന്ന വിഷയത്തോടുള്ള പേടിയോ ഇനി മുതൽ ഉണ്ടാവരുത്. LearnConnect.in എന്ന വെബ്സൈറ്റിലൂടെ വണ്ടർ മാത്സ് എന്ന സോഫ്റ്റ്വെയറും പ്രൊഫഷണലായ ടീച്ചേഴ്സ് നടത്തുന്ന ഓൺലൈൻ ക്ലാസുകളും വഴി എത്ര മോശമായ കുട്ടികൾക്കും പുരോഗതി ഉണ്ടാക്കാനും വിജയിക്കാനും പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഈ സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്പറായ റജി സാർ ഉറപ്പു തരുന്നു. വിജയം സുനിശ്ചിതമാക്കാവുന്ന ഈ സൂപ്പർ സോഫ്റ്റ്വെയർ അർഹതപ്പെട്ട ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാനായി ആലുവ ബേസ്ഡായ സാൻവോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മാർക്കറ്റിംഗ് കമ്പനി ശക്തമായ ഒരു റിവാർഡ് ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. അതെന്താണ്, എങ്ങനെയാണ്, എനിക്കിത് ചെയ്യാനാവുമോ, ചെയ്താൽ എന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനായി വന്നിട്ടുള്ള ബിസിനസ് മൈൻഡഡായ സുഹൃത്തുക്കളും ഉണ്ടാവും. ഒരു കാര്യം അഭിമാനത്തോടെ പറയാം, മേൽപ്പറഞ്ഞ 2 കാറ്റഗറി സുഹൃത്തുക്കൾക്കും ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസമായിരിക്കും. സമയപരിമിതിയെ മാനിച്ചുകൊണ്ട് പറയട്ടെ, ഈ പ്രസന്റേഷൻ ശേഷം ഗുരുവഞ്ഞാനും എന്ന യൂട്യൂബ് ചാനലിലുള്ള ഈ 2 10 മിനിറ്റ് വീഡിയോ കൂടി കണ്ടാൽ കൂടുതൽ വ്യക്തത കിട്ടും. ചെറിയ ഒരാമുഖം. വർഷങ്ങളോളം കണക്കിന് വളരെ വീക്കായിരുന്ന റജി ജോസ് എന്ന കുട്ടി 10ൽ പഠിക്കുമ്പോൾ ദൈവം പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ട്യൂഷൻ സാർ. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് റജി ജോസ് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, എന്ത് ചെയ്താൽ വിജയിക്കും എന്ന കാര്യം ഒരു 16 സ്റ്റെപ്പ് മാജിക് മാസ്റ്ററിയിലൂടെ പറഞ്ഞുകൊടുത്തു. വളരെ ചെറിയ സമയത്തിനുള്ളിൽ പഠിച്ച് പരീക്ഷ എഴുതിയ റജി ജോസ് മുമ്പ് 10 മാർക്ക് കിട്ടിയിരുന്ന സ്ഥാനത്ത് നിന്നും 48 മാർക്ക് വാങ്ങി SSLC പാസ്സായി. ഇനിയാണ് ട്വിസ്റ്റ്. 1993 ചരിത്രത്തിലാദ്യമായി പ്രൈവറ്റായി പരീക്ഷ എഴുതി BSc മാത്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്ക് വാങ്ങി ചരിത്രം മാറ്റിയെഴുതിയ റജി സാർ നമ്മുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കാനായി നീണ്ട 25 വർഷത്തെ ശ്രമഫലമായി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് വണ്ടർ മാത്സ്. ഇതെന്താണ്, എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാം എന്ന് അല്പസമയത്തിനുള്ളിൽ സാറിന്റെ തന്നെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ഓർക്കുക, 4720 രൂപ വിലയുള്ള ഈ സോഫ്റ്റ്വെയർ വാങ്ങി തനിയെ പഠിക്കേണ്ട ഒന്നല്ല മാത്തമാറ്റിക്സ്. ഇതൊരു ഗൈഡഡ് കോച്ചിംഗ് കോഴ്സാണ്. റജി സാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 15 കോംപ്ലിമെന്ററി ഓൺലൈൻ ക്ലാസ്സിലൂടെ പ്രഗത്ഭരായ അധ്യാപകർ പല സ്റ്റേജായി ഓരോ ക്ലാസ്സിനും യോജിച്ച മാജിക് മാസ്റ്ററി പഠിപ്പിച്ച് ടെസ്റ്റ് പേപ്പർ നടത്തി നിങ്ങളുടെ കുട്ടിയുടെ പുരോഗതിയും വിജയവും ഉറപ്പാക്കുന്നു. അതായത് വണ്ടർ മാത്സ് ഈസ് നോട്ട് ടു മേക്ക് യുവർ ചൈൽഡ് എലിജിബിൾ ടു പാസ് ദ നെക്സ്റ്റ് എക്സാം, ബട്ട് ടു മേക്ക് യുവർ ചൈൽഡ് എഫിഷ്യന്റ് ഗ്രോ ഫോർവേഡ് ഇൻ ലൈഫ്. ഈ 15 ക്ലാസ്സിന് ശേഷവും നമുക്ക് ടീച്ചർ സപ്പോർട്ട് വേണമെന്ന് തോന്നിയാൽ അഡീഷണൽ ട്യൂഷൻ ക്ലാസുകൾ വാങ്ങി മുന്നോട്ട് പോകാം. കൊച്ചു കൊച്ചു വീഡിയോകളിലൂടെ ഓൺലൈൻ ടെസ്റ്റ് പേപ്പറിന്റെ സഹായത്തോടെ പഠിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന, ഒരിക്കൽ വാങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് വണ്ടർ മാത്സ് സോഫ്റ്റ്വെയർ. ഇനി റജി ജോസ് സാറിന്റെ വാക്കുകളിലേക്ക്. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ബേസിക് ഫണ്ടമെന്റൽ തറവാക്കുക എന്നുള്ളതാണ്. ഈ ബേസിക് ഫണ്ടമെന്റൽ, മാജിക് മാസ്റ്ററി എന്ന് പറയുന്ന ബേസിക് ഫണ്ടമെന്റലാണ് എന്റെ ട്യൂഷൻ ടീച്ചർ എനിക്ക് തന്നത്. ഈ 10 മാർക്കിൽ നിന്നും എന്നെ ബേസിക് ഫണ്ടമെന്റൽ ഈ മാജിക് മാസ്റ്ററി ക്ലിയർ ചെയ്ത് തന്നപ്പോഴാണ് ഈ 10 മാർക്കിൽ നിന്നും പിന്നീട് ഞാൻ ബേസിക് ഫണ്ടമെന്റൽ പഠിക്കുകയും BScക്ക് പ്രൈവറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പഠിച്ച് റാങ്ക് മേടിക്കുകയും ചെയ്തത്.
ഇതേ മാജിക് മാസ്റ്ററിയാണ് ഞാൻ എബനേസർ ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തു. അതിന്റെ അവരുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അവർക്കെല്ലാം അവിടുത്തെ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് 13 മാർക്കുള്ളവന് 52 കിട്ടി, 44 ആൾക്ക് 72 കിട്ടി, 47കാരന് 63 കിട്ടി. അതിന്റെ എവിഡൻസ് ടീച്ചർ തന്നെ സൈൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മാജിക് മാസ്റ്ററി പഠിക്കേണ്ടത്? അതുകൊണ്ട് ഏത് കുട്ടിയും ആദ്യം ചെയ്യേണ്ടത് മാജിക് മാസ്റ്ററി പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. A to Z കണക്കിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഉണ്ട്. സ്കോളർഷിപ്പുകളും മത്സര പരീക്ഷകളും മറ്റ് ഒളിമ്പിയാഡുകളും ക്ലാസ്സുകളിലെ ടെസ്റ്റുകളും അതുപോലെ ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കുട്ടികളും തുടങ്ങേണ്ടത് മാജിക് മാസ്റ്ററി ശരിക്കും പഠിച്ച് തറവായതിനു ശേഷമാണ്. മാജിക് മാസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടീച്ചറെ പോലും ഹെൽപ്പില്ലാതെ തന്നെ പഠിക്കാം. അപ്പൊ ടീച്ചർമാർ ചെയ്യുന്നത് ഈ മാജിക് മാസ്റ്ററി 15 മണിക്കൂർ ഓൺലൈൻ ട്യൂഷൻ എടുക്കും. 15 മണിക്കൂർ കൊണ്ട് മാജിക് മാസ്റ്ററി കംപ്ലീറ്റ് ആക്കി കൊടുക്കും. അതിനുശേഷം ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് 5ാം ക്ലാസ് ഓപ്പൺ ചെയ്തിട്ട് 5ാം ക്ലാസ്സിലെ ക്ലാസ് വൈസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഇത് ഓപ്പൺ ചെയ്യണം. അതിലൊരു 10-20 ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെസ്റ്റ് പേപ്പറുകളുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് 1, ആപ്റ്റിറ്റ്യൂഡ് 2 എന്ന് പറഞ്ഞ 20 എണ്ണം ഉണ്ട്. ആ 20 ഓരോന്നിനും 10 എണ്ണം വെച്ചുണ്ട്. അങ്ങനെ 200 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 200 ക്വസ്റ്റ്യൻ നമ്മൾ തനിച്ച് ആൻസർ ചെയ്യണം. എന്നിട്ട് അതിൽ 180 ക്വസ്റ്റ്യൻ്റെങ്കിലും ആൻസർ ശരിയായില്ല എങ്കിൽ വീണ്ടും അടുത്ത ബാച്ച് വീണ്ടും അടുത്ത ടീച്ചറുടെ ക്ലാസ്സിലേക്ക് കയറണം. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയാം. ഞാനൊരു നോട്ട് അയച്ചു തന്നിട്ടുണ്ട്. വീഡിയോ 1 to 10, അതിന്റെ താഴെ PDF 1 to 2, പിന്നെ വീഡിയോ 11 മുതൽ 15 വരെ, PDF നമ്പർ 3. അങ്ങനെ ഞാൻ ഒരു നോട്ട് ഉണ്ട്, അതിലൂടെ നിങ്ങൾ നോക്കുക. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുട്ടി 8ാം ക്ലാസ് ആണെന്ന് വിചാരിക്കുക. CBSEയിലെ 8ാം ക്ലാസ് ആണെങ്കിൽ ക്ലാസ് വൈസ് പാക്കേജിലെ CBSE ഓപ്പൺ ചെയ്തിട്ട് ക്ലാസ് 8 ഓപ്പൺ ചെയ്യുക. വീഡിയോ സെക്ഷനിൽ 1 മുതൽ 121 വരെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ചെയ്യേണ്ടത് ആദ്യത്തെ 10 വീഡിയോ പഠിക്കുക. ആ നോട്ട്സിൽ നിങ്ങൾ നോക്കിയേ 1 മുതൽ 10 വരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 1 മുതൽ 10 വരെ വീഡിയോ പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ബാങ്കിൽ ചെല്ലണം. ക്വസ്റ്റ്യൻ ബാങ്ക് മെനുവിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ് വൈസ് പാക്കേജ്, സ്കോളർഷിപ്പ് ഒളിമ്പിയാഡ്, IIT ഫൗണ്ടേഷൻ, ക്വസ്റ്റ്യൻ ബാങ്ക്, സ്പീഡ് മാസ്, കരിയർ സക്സസ്, ഇങ്ങനെ 6 എണ്ണം കാണാം. ക്വസ്റ്റ്യൻ ബാങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിലെ ആപ്റ്റിറ്റ്യൂഡ് ഓപ്പൺ ചെയ്തിട്ട് എക്സ്പ്ലനേഷൻസ് ആൻഡ് നോട്ട്സ് ഓപ്പൺ ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററായിട്ട് മാജിക് മാസ്റ്ററി കാണാം. ആ മാജിക് മാസ്റ്ററിയിലേക്ക് നിങ്ങൾ നോക്കുക. അതിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. 1 നമ്പേഴ്സ്, 2 ഇന്റിജേഴ്സ്, 3 ഫ്രാക്ഷൻസ്, ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ നോട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വീഡിയോ 1 മുതൽ 10 വരെ, അതിന് താഴെ PDF 1, 2. അതിന്റെ അർത്ഥം 1 മുതൽ 10 വരെയുള്ള വീഡിയോ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഈ പറഞ്ഞ പോലെ മാജിക് മാസ്റ്ററി എടുത്തിട്ട് 1 നമ്പേഴ്സ്, 2 ഇന്റിജേഴ്സ്, ആ നോട്ട്സിനും നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ 1ാമത്തെയും 2ാമത്തെയും നോട്ട് പഠിക്കുക എന്നതിന്റെ അർത്ഥം. അപ്പം വീഡിയോയ്ക്കും നമ്പറുകളുണ്ട്, നോട്ട്സിനും നമ്പറുകളുണ്ട്. ഈ നോട്ടിൽ പറയുന്ന പോലെ, ഞാൻ ഈ മുകളിൽ തന്നിരിക്കുന്ന നോട്ടിൽ പറയുന്ന പോലെ ആ വീഡിയോ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇത്ര വീഡിയോ പഠിച്ചിട്ട് ഇത്ര നോട്ട്സ്. അപ്പൊ ടീച്ചർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ടീച്ചർ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ടീച്ചർ പഠിപ്പിക്കും. എന്നിട്ട് ടീച്ചർ പറയും ഇത്ര സ്ഥലത്തെ വീഡിയോ പഠിക്കുക, അതിനുശേഷം ഇന്ന നോട്ട്സ് പഠിക്കുക. അത് ടീച്ചർ തന്നെ പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോൾ അത് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. എങ്കിലും ഈ മുകളിലുള്ള നോട്ട്സ് കയ്യിലിരിക്കുക. ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് വീഡിയോയും നോട്ട്സും പ്രാക്ടീസ് ചെയ്യുക. ടീച്ചറുടെ കെയർ ഓഫിൽ പ്രാക്ടീസ് ചെയ്യുക. ടീച്ചർ പറയും, ഇന്നൊരു ക്ലാസ് എടുത്തതിന് ശേഷം ടീച്ചർ പറയും ഇത്രാമത്തെ വീഡിയോയും പാർട്ട് 6, പാർട്ട് 7, പാർട്ട് 8 ഇങ്ങനെ ആ നോട്ട്സ് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ പാർട്ട് 8ലാണെങ്കിൽ ഇൻഡീസസ് ആൻഡ് സേഡ്സ്. അപ്പൊ ടീച്ചർ ഇൻഡീസസ് ആൻഡ് സേഡ്സ് പഠിപ്പിച്ചിട്ട് വീഡിയോ 88 മുതൽ 94 വരെ പഠിക്കുക. PDF 12ാമത്തെ നോട്ട്സ് നോക്കുക. അത് ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. നിങ്ങൾ തനിച്ച് ചെയ്യണ്ട. മനസ്സിലായില്ലേ? അതിനുശേഷം ടീച്ചറെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മാജിക് മാസ്റ്ററി എല്ലാം പഠിച്ചു 180 മാർക്കെല്ലാം കിട്ടിയെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക് ഫണ്ടമെന്റൽ ആണ്. ഇനി ടീച്ചർ ഈ ബേസിക് ഫണ്ടമെന്റൽ മാത്രമല്ല പഠിപ്പിക്കുന്നത്. ടീച്ചർ ഇത് പറഞ്ഞു തരുന്ന വഴിക്ക് ഈ പാക്കേജുകൾ എങ്ങനെ പഠിക്കണം, സ്കോളർഷിപ്പ് ഏത് സമയത്താണ് പഠിക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 9ാം ക്ലാസ്സിലേക്ക് കിടക്കുന്ന ഒരു കുട്ടിക്ക് നവോദയ എൻട്രൻസ് ഉണ്ട്. അപ്പൊ നവോദയ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അതെപ്പോ ഏത് സമയം, നിങ്ങൾ 2 മാസം അവധിക്കാലം ഉണ്ട്, ആ സമയത്ത് നിങ്ങളത് പഠിച്ചാൽ മതി. അല്ലാതെ ക്ലാസ്സിന് ഉള്ള സമയത്ത് എൻട്രൻസ് പഠിക്കാൻ പോകണ്ട. അപ്പൊ ആ ടീച്ചർ സമയം വരെ പറഞ്ഞു തരും. മെന്റൽ എബിലിറ്റി അതെപ്പോ പഠിക്കണം, അതൊക്കെ കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ഒക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവും. അതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒത്തിരി ഉപകാരപ്പെടും. അപ്പൊ ഏതൊക്കെ പാക്കേജുകൾ എങ്ങനെയൊക്കെ പഠിക്കണം. ഇനി ക്ലാസ് വൈസ് ടെസ്റ്റ് എഴുതേണ്ട സമയം എപ്പോഴാണ്?
അത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ക്ലാസ് രജിസ്ട്രേഷൻ എഴുതേണ്ടത്. കാരണം എന്താ വെച്ചാൽ എല്ലാ ചാപ്റ്ററുകളും മിക്സ് ചെയ്താ അതിൽ കിടക്കുന്നത്. പിന്നെ പി ഡി എഫ് എങ്ങനെ പഠിക്കണം? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ 9ാം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പക്ഷെ നമുക്ക് 9ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിൽ കിടക്കുന്നതാണ് ഡെസിമൽ ഫ്രാക്ഷൻസ്. പക്ഷെ ആ ചാപ്റ്റർ അവിടെ കാണുന്നില്ല. അതിന് കാരണം അതൊരു ബേസിക് ഫണ്ടമെന്റൽ ആയതുകൊണ്ട് അത് മാജിക് മാസ്റ്ററുടെ അകത്തായിരിക്കും കിടക്കുന്നത്. അപ്പൊ മാജിക് മാസ്റ്ററുടെ അകത്ത് കിടക്കുന്നതെല്ലാം ബേസിക് ഫണ്ടമെന്റൽസാണ്. അതുകൊണ്ട് ബേസിക് ഫണ്ടമെന്റൽസിന്റെ ചാപ്റ്ററുകൾ വെളിയിൽ കാണിയല്ല, കാരണം മാജിക് മാസ്റ്ററുടെ അകത്തായിരിക്കും. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളും വെളിയിൽ കണ്ടില്ലെങ്കിലും ഒന്നുകിൽ മാജിക് മാസ്റ്ററുടെ അകത്ത് കാണും. രണ്ടാമതൊരു ചോയ്സ് ഉള്ളത്, ഇപ്പോ 10ാം ക്ലാസ്സിൽ ആംഗിൾസ്, ട്രയാംഗിൾസ്, സർക്കിൾസ്, ക്വാഡ്രിലാറ്ററൽസ്, ഇങ്ങനെ 4 ചാപ്റ്റർ 10ാം ക്ലാസ്സിലുണ്ട് CBSE. പക്ഷേ നമ്മൾ 10ാം ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ 4 ചാപ്റ്റർ ഇവിടെ കാണിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ജോമെട്രിയുടെ അണ്ടറിലാണ്. അപ്പൊ ജോമെട്രി എന്നൊരു ചാപ്റ്ററേ അവിടെ കാണുള്ളൂ. പക്ഷെ അതിന് താഴെ ബ്രാക്കറ്റിൽ ഉണ്ടായിരിക്കും ആംഗിൾ, ട്രയാംഗിൾ, ക്വാഡ്രിലാറ്ററൽ, സർക്കിൾസ് എന്ന് ബ്രാക്കറ്റിലുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ക്ലാസിന്റെ PDF ഓപ്പൺ ചെയ്യുമ്പോഴേ എല്ലാ ചാപ്റ്ററുകളും അവിടെ കാണത്തില്ല. ഇപ്പൊ ഒരു 14 ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിലൊരു 12 ചിലപ്പോൾ അവിടെ കാണും. ഒരെണ്ണം അല്ലെങ്കിൽ 10 കാണുള്ളൂ. ചിലപ്പോൾ ഒരെണ്ണം ഗ്രൂപ്പായിട്ട് ജോമെട്രിയുടെ അണ്ടറിലായിരിക്കും വന്നേക്കണേ. അതുപോലെ വേറെയും കാര്യങ്ങളുണ്ട്. പോളിനോമിയൽസിനകത്തൊക്കെ ചാപ്റ്ററുകൾ 1, 2 എന്നും പറഞ്ഞ് ചെറുതായിട്ട് കാണുമെങ്കിലും ഇവിടെ ചിലപ്പോൾ പോളിനോമിയൽ എന്ന ഹെഡിലായിരിക്കും അത് കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ബേസിക് ഫണ്ടമെന്റലുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണെങ്കിൽ മാജിക് മാസ്റ്ററിക്കകത്ത് കാണും. ഗ്രൂപ്പ് ആണെങ്കിൽ ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്ററുകളും ജോമെട്രിയുടെ അണ്ടറിൽ കാണും. പോളിനോമിയൽസ് എന്ന ഗ്രൂപ്പിലാണെങ്കിൽ 2 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 എണ്ണവും ഈ പോളിനോമിയൽ എന്ന ഹെഡിൽ കാണും. പക്ഷെ നമുക്ക് ആ പോളിനോമിയൽ എന്ന ഹെഡിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും, ആ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകൾ ഇന്നതൊക്കെ ഇതിലുണ്ടെന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും.